1986 മോഹൻലാലിനെ ഒരു സൂപ്പർ താരമാക്കി ഉയർത്തിയ രാജാവിന്റെ മകനിലും 2025 ആ സ്റ്റാർഡത്തിന്റെ പീക്ക് കണ്ട തുടരുമിലും കോമണായി ഒരേ ഒരാളുടെ പേര് മാത്രമേ ഉള്ളൂ, SP വെങ്കടേഷിന്റെ. നമ്മുടെ ഇതൊരു ആക്ഷൻ പടമല്ലേ, ജോൺസണെ വിട്ടിട്ട് പുതിയൊരാളെ പിടിക്കാം. ശ്യാം സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഒരു പയ്യനുണ്ട്, കഴിവുള്ളൊരു മ്യൂസീഷ്യനാണ്. തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് സംവിധായകനോട് പറഞ്ഞു. പക്ഷേ ആളിത്തിരി കഴിക്കുന്ന കൂട്ടത്തിലാണെന്ന് ഇൻഡസ്ട്രിയിൽ ആകെ ഒരു സംസാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സംവിധായകന് പുള്ളിയെ മ്യൂസിക് ഡയറക്ടറായിട്ട് വയ്ക്കാൻ ഒരു മടി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ മ്യൂസീഷ്യൻ സംവിധായകന്റെ വീട്ടിലെത്തി. താനിനി നന്നായിക്കോളാമെന്ന് സത്യം ചെയ്തു. ഈ സിനിമ ഞാൻ തന്നെ ചെയ്തു കൊള്ളാമെന്ന് ഉറപ്പ് നൽകി. അന്ന് മലയാള സിനിമയിൽ 2 കാര്യങ്ങൾ സംഭവിച്ചു. 1, മോഹൻലാൽ എന്ന സൂപ്പർ താരം ഉദയം കൊണ്ടു. 2, SP വെങ്കടേഷ് എന്ന അതുല്യ സംഗീത സംവിധായകൻ മലയാള സിനിമയിലേക്ക് ഒരു സ്വതന്ത്ര സംഗീത സംവിധായകനായി കാലെടുത്തു വെച്ചു. പിന്നിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ. രാജാവിന്റെ മകന്റെ വിജയം ലാലേട്ടനെ പോലെ തന്നെ SP വെങ്കടേഷിനും കൈനിറയെ അവസരങ്ങൾ കൊണ്ടുവന്നു. വഴിയോര കാഴ്ചകളിലൂടെ ഇതേ ടീം വീണ്ടും ഒന്നിച്ചപ്പോഴും അതിമനോഹരമായ ഗാനങ്ങൾ നമുക്ക് ലഭിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ആ കോംബോ സംഭവിക്കുന്നത്. മലയാളികളുടെ 90കൾ സംഗീതം കൊണ്ട് അടയാളപ്പെടുത്തിയ ജോഷി SP വെങ്കടേഷ് കൂട്ടുകെട്ടിൽ നായർ സാബ്. പണ്ട് മഹായാനത്തിന് വേണ്ടി ചെയ്ത ഈ BGM പാട്ടാക്കണമെന്ന് ജോഷി ആവശ്യപ്പെട്ടപ്പോൾ പിറന്ന പാട്ട്. പിന്നെ ഈ കൂട്ടുകെട്ടിലെ എവർഗ്രീൻ ആൽബം ധ്രുവം. പിന്നാലെ ബാഗി ജീൻസും അണിഞ്ഞു വന്ന് തരംഗം സൃഷ്ടിച്ച സൈന്യം. മോഹൻലാലുമായും തമ്പി കണ്ണന്താനവുമായും വീണ്ടും ഒന്നിച്ചപ്പോഴൊക്കെ നമുക്ക് കിട്ടിയത് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ. അങ്ങനെ തൊട്ടതെല്ലാം സൂപ്പർ ഹിറ്റാക്കിയ SP വെങ്കടേഷിനെ ഒരാൾ നൈസായിട്ട് അങ്ങ് തൂക്കി. പാട്ടുകൾക്ക് തന്റെ സിനിമകളിൽ വലിയ പ്രാധാന്യം നൽകിയിരുന്ന ഒരു സംവിധായകൻ, പേര് പ്രിയദർശൻ. പിന്നെ അങ്ങോട്ട് നമ്മൾ കേട്ടത് കണ്ടത് SP വെങ്കടേഷ് എന്ന വേഴ്സറ്റൈൽ മ്യൂസീഷ്യന്റെ മറ്റൊരു മുഖമായിരുന്നു. അടിച്ചുപൊളിയും മെലഡിയും ഒക്കെയായി അന്നേ വരെ കേൾക്കാത്ത മറ്റൊരു SP വെങ്കടേഷ് ആയിരുന്നു പ്രിയൻ സിനിമകളിൽ. അതുപോലെ തന്നെ SP-യുടെ പാത്ത് ബ്രേക്കിംഗ് ആയ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു തുടർക്കഥയിലെ പാട്ടുകൾ. ഓരോ പാട്ടും ക്ലാസിക്സ്. കാര്യങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കെ മലയാള സിനിമയിലേക്ക് ഒരു പുതിയ പാട്ടെഴുത്തുകാരൻ കൂടി കടന്നു വരുന്നു. പേര് ഗിരീഷ് പുത്തഞ്ചേരി. പെട്ടെന്നാണ് സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇതൊരു മലയാള സിനിമയിലെ പാട്ട് തന്നെയാണോ എന്ന് തോന്നും വിധം സൗണ്ടിങ്ങും അറേഞ്ച്മെന്റ്സും SPB-യുടെ ശബ്ദവും കൊണ്ട് ഇങ്ങനൊരു ഐറ്റം SP വെങ്കടേഷ് പണിഞ്ഞു വിടുന്നത്. ഒരു മെഷീൻ ഗൺ പ്രവർത്തിക്കുന്ന പോലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ പുള്ളി ഇങ്ങനെ അടിച്ചിറക്കിക്കൊണ്ടിരുന്ന കാലം. നക്ഷത്രങ്ങൾ തേടി നവരത്നങ്ങൾ തേടി തൊടുന്നതെല്ലാം വൻ ഹിറ്റുകൾ. താരങ്ങൾ. ജയറാം രാജസേനൻ കൂട്ടുകെട്ടിന് വേണ്ടി ഒരുക്കിയ പാട്ടുകളൊക്കെയും സിനിമകൾ പോലെ തന്നെ സൂപ്പർ ഹിറ്റുകൾ. മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ. പിന്നീട് റാഫി മെക്കാർട്ടിൻ ജയറാം ടീം ഒന്നിച്ചപ്പോഴും സംഗീത സംവിധായകൻ ഇതേ SP തന്നെ. അങ്ങനെ ഇരിക്കെ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം പഴയ രാജാവിന്റെ മകൻ ടീം വീണ്ടും ഒന്നിക്കുന്നു. തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം. ആ സിനിമയ്ക്ക് വേണ്ടി SP വെങ്കടേഷ് ഒരുക്കിയ പാട്ടുകളൊക്കെ മാന്ത്രികം. ഈ കോംബോ വീണ്ടും ഒന്നിച്ചപ്പോഴും നമുക്ക് കിട്ടിയത് ഇന്നും ലാലേട്ടന്റെ ഡാൻസ് കൊണ്ട് വൈറലായ ഈ ഐറ്റം. സുരേഷ് ഗോപിയുടെ ഈ ഐക്കോണിക് ഡാൻസ് സ്റ്റെപ്പ് പിറന്നതും ഇതേ SP വെങ്കടേഷിന്റെ സംഗീതത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഇതിനൊക്കെ ഇടയിൽ അവന്റെ വരവ്, തോമയുടെ ആടുതോമയുടെ. ചിത്ര
ചേച്ചി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയത് രവീന്ദ്രൻ മാഷിന് വേണ്ടിയോ ജോൺസൺ മാഷിന് വേണ്ടിയോ ആയിരുന്നില്ല, അത് SP വെങ്കടേഷിന് വേണ്ടിയായിരുന്നു. വ്യത്യസ്ത ശൈലികളിൽ, വ്യത്യസ്തമായ റേഞ്ചുകളിൽ ചിത്ര ചേച്ചി പാടി. ആ പാട്ടുകൾ ഓരോന്നും അന്നും ഇന്നും എന്നും നമ്മുടെ പ്രിയപ്പെട്ട ഗാനങ്ങളായി മാറി. സംവിധായകൻ ജയരാജന്റെ സിനിമകൾക്ക് വേണ്ടി SP വെങ്കടേഷ് ഒരുക്കിയ ഈണങ്ങളൊക്കെ മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗാനങ്ങളുടെ കൂട്ടത്തിൽ വരും. 90s മുതൽ ജെൻസി വരെ നമുക്ക് കേട്ടുറങ്ങാൻ, നമുക്ക് കേട്ട് കരയാൻ, നമുക്ക് പിറന്നാൾ ആഘോഷിക്കാൻ, കുഞ്ഞു നമ്മുടെ രാത്രികൾ വൈബാക്കാൻ, ചാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, നമുക്ക് പ്രേമിക്കാൻ, ഒന്നും തരിവളമിന്നും പുടവയുമൊന്നും മണിയേണ്ട, എല്ലാത്തിനും നമുക്ക് പാട്ടുകൾ നൽകിയാണ് അദ്ദേഹം യാത്രയായത്. കണ്ണാടിപ്പുഴയുടെ കടവത്ത് നിൽക്കണ കണിക്കുന്ന ഇനി SP വെങ്കടേഷിന്റെ സംഗീതത്തിൽ വന്നിട്ടുള്ളതിൽ എന്റെ പേഴ്സണൽ ഫേവറേറ്റ്, മറുമൊഴി തേടും കിളിമകളെ നിൻ മധുര വികാരമോ, ഒരു പാട്ടായിട്ട് ഇല്ല എനിക്ക്, മുത്തുമണിത്തൂവൽ തരാം, ഒറ്റ ഫേവറേറ്റ് പറയാൻ കഴിയില്ല എനിക്ക്. കന്നിമഴയറിയാതെ നീർമുത്തുമണി എനിക്കെന്നല്ല, ഒരു മലയാളികൾക്കും അതിന് കഴിയില്ല. ഓണത്തുമ്പി പാടൂ, അത്രത്തോളം പാട്ടുകൾ, വരചന്ദ്രലേഖയല്ലേ, അത്രത്തോളം പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ഒരേ ഒരു SP വെങ്കടേഷ്. ആദരാഞ്ജലികൾ, ഒപ്പം ഒത്തിരി നന്ദി എന്റെയൊക്കെ ജീവിതത്തിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരുക്കിയത്. നന്ദി.